ഹായ്! ഈ വീഡിയോയിൽ നമ്മൾ ഫൊറിയർ ഇന്റഗ്രൽസിന്റെ പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Represent f of x is equal to x square where 0 less than x less than 1 and 0 where x greater than 1 as Fourier cosine integral. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? Fourier cosine integralന്റെ ഫോർമുലാസ് ആണ്. ഇപ്പോൾ എഫ് ഓഫ് എക്സിന്റെയും എ ഓഫ് ഒമേഗയുടെയും ഫോർമുലാസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എ ഓഫ് ഒമേഗ കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടുന്ന ഇന്റഗ്രൽ ലിമിറ്റ്സ് എന്ന് പറയുന്നത് 0 ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതിനെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്യാം, 0യും ഇൻഫിനിറ്റിയും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, 0 തൊട്ട് 1 വരെ എഫ് ഓഫ് എക്സ് എടുക്കുന്ന വാല്യൂ എക്സ് സ്ക്വയർ, പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വാല്യൂ 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 1 കൂടി മാർക്ക് ചെയ്യാം. 0 തൊട്ട് 1 വരെ എക്സ് സ്ക്വയറും 1നേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ എഫ് ഓഫ് എക്സ് വാല്യൂ 0 എന്ന് മാർക്ക് ചെയ്തു. നമുക്ക് ഈ ഒരു ഇന്റഗ്രലിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്ന നമ്പർ ലൈൻ അനുസരിച്ചിട്ട് ഇന്റഗ്രൽ 0 ടു 1 പ്ലസ് ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി എന്ന് ആക്കാം. ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നിടത്ത് നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ 0 ആയതുകൊണ്ട് അതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഏത് മാത്രമേ വരുള്ളൂ? ഇന്റഗ്രൽ 0 ടു 1. ഇപ്പോൾ എ ഓഫ് ഒമേഗ നമുക്ക് റീറൈറ്റ് ചെയ്ത് എഴുതാം. 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്റഗ്രൽ 0 ടു 1 ആയി. പിന്നെ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? 0 ടു 1 നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഫംഗ്ഷൻ വാല്യൂ എക്സ് സ്ക്വയർ ആണ്. ബാക്കി ഈ കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് എഴുതി കൊടുക്കാം. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഇന്റഗ്രൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. അപ്പൊ ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആണ് വന്നിരിക്കുന്നത്, ഒന്ന് എക്സ് സ്ക്വയറും ഒന്ന് കോസ് ഒമേഗ എക്സും. അപ്പൊ ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുക? 2/π. ഇനി നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എക്സ് സ്ക്വയറിനെ എടുക്കാം, സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് കോസ് ഒമേഗ എക്സിനെ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പം ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്, അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താവും? 2x ആവും. അപ്പൊ ഇന്റഗ്രലിന്റെ അകത്ത് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇത് ഇത്രയും ഈ ഇന്റഗ്രലിന്റെ അകത്താണ് വരിക. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ ഇന്റഗ്രൽസ് എല്ലാം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അപ്പൊ എന്ത് വരും? 2/π ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ഈ ഒരു ഇന്റഗ്രലിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ കോസ് ഒമേഗ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ അല്ലേ? ഇനി ഇത് ഇത്രയും നമ്മുടെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്, 0 ടു 1 ആയിരുന്നു. ഇനി മൈനസ് നമ്മുടെ ഈ സെക്കൻഡ് സാധനം ഇല്ലേ, അതിൽ നിന്ന് ആ 2വിനെ അങ്ങ് കോമൺ എടുക്കാം. ഈ ഒരു 2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ നമുക്ക് ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുക്കാം. പിന്നെ എന്താണുള്ളത്? ഇന്റഗ്രലിന്റെ അകത്ത് നമുക്ക് എക്സ് ഉണ്ട്, പിന്നെ വീണ്ടും ഒരു ഇന്റഗ്രൽ കോസ് ഒമേഗ എക്സ് ഉണ്ട് അല്ലേ? അപ്പൊ അതിനെ നമുക്ക് എന്ത് എഴുതാം? സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ എന്ന് എഴുതാനായിട്ട് പറ്റും. ഇന്റഗ്രൽ എന്താണ്? 0 ടു 1 ആണ് ഡി എക്സ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. 2/πനെ അതുപോലെ തന്നെ എഴുതി. ഈ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഈ ഒമേഗനെ ഇനി പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, എക്സ് ഉള്ള ടേംസിനെ മാത്രം നമുക്ക് അകത്ത് എഴുതാം. അപ്പോൾ എക്സ് സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ലിമിറ്റ്സ് എന്ന് പറയുന്നത് 0 ടു 1 ആണ്. അടുത്തതിൻ്റെ അകത്ത് ഈ പാർട്ടിൽ 2 എന്ന് പറയുന്നത് ഓൾറെഡി പുറത്തുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ഒമേഗയും കൂടി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇനി പുറത്തേക്ക് എടുക്കാം. പിന്നുള്ളത് എന്താണ്? ഇന്റഗ്രൽ 0 ടു 1 എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ആണ് അല്ലെ? ഇന്റഗ്രൽ എക്സ് സൈൻ ഡി എക്സ് എന്നാണ്. അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യാതെ തന്നെ ഒരു ഫോർമുല പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഫോർമുല എന്ന് പറയുന്നത് മൈനസ് എക്സ് കോസ് ബി എക്സ് ബൈ ബി പ്ലസ് സൈൻ ബി എക്സ് ബൈ ബി സ്ക്വയർ എന്നാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫോർമുല ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. 2/π ബ്രാക്കറ്റിൽ 1/ഒമേഗ. ഇനി എക്സ് സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ലിമിറ്റ്സ് അതുപോലെ ഇടാം, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്താലും മതി. 2/ഒമേഗ ഇവിടെ ഇട്ടു. ഇനി നമ്മൾ പറഞ്ഞു ഈ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നിടത്ത് നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം അല്ലെ? അപ്പോൾ അവിടെ നമുക്ക് മൈനസ് എക്സ് കോസ് ബിയുടെ സ്ഥാനത്ത് ഇവിടെ ഒമേഗയാണ്. അപ്പോൾ കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ. അതായത് നമ്മൾ ഇപ്പോൾ എഴുതിയ ആ ഒരു ഫോർമുലയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ലിമിറ്റ്സും കൂടി ഇട്ട് കൊടുക്കണം, 0, 1. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ ലിമിറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് സ്റ്റെപ്പ് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 2/π 1/ഒമേഗ ഓൾറെഡി പുറത്തുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു എക്സിന്റെയും സ്ഥാനത്ത് നമ്മുടെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ അപ്പർ ലിമിറ്റ് ആയ 1 ഇട്ട് കൊടുക്കാം. അതായത് സൈൻ ഒമേഗ എന്നല്ലേ വരുന്നത്. ഇനി എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുത്താലോ ആ ഫുൾ ടേം 0 ആയിപ്പോ. അതായത് ഇവിടെ -0 എന്നിടാം, ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി സെക്കൻഡ് ടേം നോക്കിക്കേ, -2/ഒമേഗ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമുക്ക് ഈ എക്സിന്റെ സ്ഥാനത്തെല്ലാം എന്തിട്ട് കൊടുക്കണം?
1 ഇട്ട് കൊടുക്കണം അല്ലേ? മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. ഇപ്പൊ നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് 0യും കൂടി ഇട്ട് കൊടുക്കണ്ടേ? അപ്പോൾ എന്താവും? ഫസ്റ്റ് ടേമിൽ എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുമ്പോൾ അത് 0 ആയി പോകും. സെക്കൻഡ് ടേമിൽ, അതായത് ഈ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ എന്നുള്ളിടത്ത് എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുമ്പോൾ സൈൻ 0 ബൈ ഒമേഗ സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പൊ അവിടെ എന്ത് തന്നെ വരുന്നത്? 0 തന്നെ വരും അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. 2/π ഇൻറ്റു സൈൻ ഒമേഗ ബൈ ഒമേഗ. ഈ അകത്ത് കിടക്കുന്നതിനെ എല്ലാം നമുക്കൊന്ന് ഓപ്പൺ ആക്കി എഴുതിയാലോ? അപ്പോൾ പ്ലസ് 2 കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ മൈനസ് 2 സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ് എന്നാണ് വരുന്നത്. ഇതിപ്പോ നമ്മുടെ എ ഓഫ് ഒമേഗ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സിന്റെ അകത്ത് ഈ എ ഓഫ് ഒമേഗ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ ഫോർമുല ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗയുടെ സ്ഥാനത്ത് 2/π. ഇപ്പൊ നമുക്ക് കിട്ടിയ ആ ഫുൾ ടേം ഒന്ന് എഴുതാം. അപ്പൊ എ ഓഫ് ഒമേഗ എഴുതി കഴിഞ്ഞാൽ ഈ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എഴുതാനായിട്ട് മറന്നു പോകരുത്. അപ്പൊ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ താഴേക്കൊന്ന് എഴുതാം. കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഈ 2/πനെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടും സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ലാസ്റ്റ് ഫൈനൽ ആൻസർ ഒന്ന് എഴുതി കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എല്ലാം തന്നെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനെ അങ്ങ് ചൂസ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ തന്നെ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻ. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സിനെ ചൂസ് ചെയ്യണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ നമ്മുടെ ഈക്വൽ ടു കഴിഞ്ഞിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നിരിക്കുന്നതിൽ നിന്നാണ് നമ്മൾ എഫ് ഓഫ് എക്സിനെ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടെ എക്സ് ലെസ് ദാൻ 0ക്ക് 0യും എക്സ് ഈക്വൽ ടു 0ക്ക് π/2 എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ π e റേസ് ടു മൈനസ് എക്സ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് എക്സ് ഈക്വൽ ടു 0 നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫൊറിയർ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ ഇന്റർവെൽസ് ആണ് എടുക്കുന്നത് അല്ലെ? ഒന്നുകിൽ 0 ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർവെൽ ആയിരിക്കും എടുക്കുന്നത്. ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ എക്സ് ലെസ് ദാൻ 0യിൽ 0യും എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ π e റേസ് ടു മൈനസ് എക്സ് എന്ന് നമുക്ക് എഴുതാം. അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് ചൂസ് ചെയ്ത് കഴിയും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ നോർമൽ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ അങ്ങ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫോർമുല എഴുതാം. അപ്പൊ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷന് വേണ്ടുന്ന 3 ഫോർമുലാസ്. ആദ്യത്തെ നമ്മുടെ എഫ് ഓഫ് എക്സ്, അതിന്റെ അകത്ത് നമുക്ക് എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും വേണം. സോ ആ 2 ഫോർമുലാസ് നമ്മൾ എഴുതി വെച്ചു. നമുക്ക് ആദ്യം എ ഓഫ് ഒമേഗ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പൊ എ ഓഫ് ഒമേഗ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വേണ്ടുന്ന നമ്മുടെ ഇന്റർവൽ എന്ന് പറയുന്നത് എന്താണ്? -∞ ടു ഇൻഫിനിറ്റി ആണ്. അപ്പൊ അതിനെ ഞാൻ ജസ്റ്റ് ഒരു നമ്പർ ലൈൻ ആയിട്ട് വരച്ചു. ഇനി നമ്മൾ ചൂസ് ചെയ്തിരുന്ന എഫ് ഓഫ് എക്സ് ഇല്ലേ, സ്റ്റാർട്ടിംഗിൽ നമ്മൾ ചൂസ് ചെയ്തിരുന്ന എഫ് ഓഫ് എക്സ് നോക്കുക. അതിന്റെ അകത്ത് നമ്മൾ എക്സ് ലെസ് ദാൻ 0ക്ക് 0യും എക്സ് ഗ്രേറ്റർ ദാൻ 0ക്ക് π e റേസ് ടു മൈനസ് എക്സ് അല്ലേ എടുത്തേ? അപ്പൊ ഇവിടെ 0യിലാണ് പ്രശ്നം വരുന്നത്. അപ്പൊ എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുന്നത് -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 ആണ്. അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് എന്താ? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് അല്ലെ? എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എടുത്തിരുന്ന ഫംഗ്ഷൻ വാല്യൂ 0യും 0 തൊട്ട് ഇൻഫിനിറ്റി വരെ, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ നമ്മൾ എടുത്തിരുന്ന ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് π e റേസ് ടു മൈനസ് എക്സും ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഈ ഒരു ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതിനെ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന നമ്പർ ലൈൻ അനുസരിച്ച് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇന്റഗ്രൽ -∞ ടു 0 പ്ലസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇതിൽ ഇന്റഗ്രൽ -∞ ടു 0യിൽ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ 0 ആയതുകൊണ്ട് നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. അപ്പൊ നമ്മുടെ എ ഓഫ് ഒമേഗ എങ്ങനെയായി മാറും? 1/π ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 0 ടു ഇൻഫിനിറ്റി കൺസിഡർ ചെയ്താൽ മതി. ആ റീജിയനിൽ നമ്മുടെ എഫ് ഓഫ് എക്സ് വാല്യൂ എന്തായിരുന്നു? അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ നോക്കുക. അപ്പൊ π e റേസ് ടു മൈനസ് എക്സ് ആണ്. പിന്നെ ഈ കോസ് ഒമേഗ എക്സ് ഡി എക്സും കൂടി ഇടുക. ഈ പൈ ഇവിടെ ഒരു കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ നമുക്ക് അതിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പൊ ആ സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നില്ല. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. നമുക്കറിയാവുന്ന ഒരു സാധനമായി കിടക്കുന്നത് അല്ലേ? എന്താണ്? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് എക്സ് കോസ് ബി എക്സ് ഡി എക്സ്. ഇതെന്താണ്? a/a² പ്ലസ് b². അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്താലോ? ഇവിടെ എയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 1ഉം ബിയുടെ സ്ഥാനത്ത് കിടക്കുന്നത് ഒമേഗയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതുമ്പോൾ 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്നാണ് നമുക്ക് എ ഓഫ് ഒമേഗ കിട്ടുന്നത്. ഇനി നമുക്ക് ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കാം.
ബി ഓഫ് ഒമേഗയുടെ ഫോർമുല ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ടു ഇൻഫിനിറ്റി എഴുതിയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്ത് വരും? ബി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് 1/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഈ റീജിയനിൽ, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0ൽ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ പൈ e⁻⁻x ആണ്, സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇത് നമ്മൾ എ ഓഫ് ഒമേഗയിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. അതായത് പൈ എന്ന് പറയുന്നത് ക്യാൻസൽ ആയി പോകും. പിന്നെ എന്താ ഉള്ളത്? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻⁻x സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ആണുള്ളത് അല്ലേ? ഇത് നമുക്കറിയാവുന്ന ഒരു ഫോർമുല അല്ലേ? എന്താണ്? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻⁻x സൈൻ ബി എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു b/a² പ്ലസ് b² ആണ്. ഇവിടെ ബിയുടെ സ്ഥാനത്ത് കിടക്കുന്നത് ഒമേഗയാണ്, എയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ω/1 പ്ലസ് ω² എന്നാണ് ബി ഓഫ് ഒമേഗ കിട്ടുന്നത്. അപ്പൊ എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സിൽ ഇട്ട് കൊടുത്താൽ പോരെ? അപ്പൊ എഫ് ഓഫ് എക്സിന്റെ ഫോർമുല ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും ഞാൻ ഇട്ട് കൊടുത്തു. ഇവിടെ നോക്കിക്കേ, 1 പ്ലസ് ω² എന്ന് പറയുന്നത് രണ്ടിടത്തും എന്താണ്? കോമൺ ആണ് അല്ലേ? അപ്പൊ അതിനെ നമുക്ക് ഒരുമിച്ച് അങ്ങ് ഡിനോമിനേറ്ററിലാക്കിയാലോ? അപ്പോൾ 1 പ്ലസ് ω² ഡിനോമിനേറ്ററിലാക്കാം. ബാക്കി മുകളിലുള്ളത് എന്താണ്? കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ആണ് ഡി ഒമേഗ. ഇന്റഗ്രൽ ലിമിറ്റ്സ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. അപ്പൊ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വെച്ച് നിർത്തരുത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഷോ ദാറ്റ് ആണ് അല്ലെ? ഈ ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഒന്ന് നോക്കിക്കേ. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ 1 പ്ലസ് ω². ഇത് തന്നെയല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന സംഭവം? നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചെഴുതിയാലോ? അതായത് ഇതിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ 1 പ്ലസ് ω² ഡി ഒമേഗ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നല്ലേ കിടന്നിരുന്നത്? അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ ചൂസ് ചെയ്തിരുന്നു. എന്തായിരുന്നു? 0 ഫോർ എക്സ് ലെസ് ദാൻ 0 ആൻഡ് പൈ e⁻⁻x ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇത് ഇത്രയും എഴുതുക. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, മറക്കരുത്. കാരണം ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ് ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂവും കൂടി തന്നിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ എഴുതിയ അനുസരിച്ച് ഇവിടെ എക്സ് ലെസ് ദാൻ 0യും എക്സ് ഗ്രേറ്റർ ദാൻ 0യും മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എക്സ് ഈക്വൽ ടു 0 എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. അപ്പൊ നമുക്ക് വേണ്ടുന്നത് എക്സ് ഈക്വൽ ടു 0യില് ഫംഗ്ഷൻ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മളിത് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് എഫ് ഓഫ് 0 കണ്ടുപിടിക്കാനായിട്ട്. അവിടെ നമ്മൾ എഫ് ഓഫ് 0 മൈനസ് പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് ഏത് പോയിന്റിലാണോ വേണ്ടുന്നത് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഫംഗ്ഷൻ വാല്യൂ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഫംഗ്ഷൻ വാല്യൂസ് എടുക്കുക ബൈ 2 ചെയ്യുക. അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത്? 0 ഫോർ എക്സ് ലെസ് ദാൻ 0 ആൻഡ് പൈ e⁻⁻x ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലെ? അപ്പോ എഫ് ഓഫ് 0 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യുടെ ലെഫ്റ്റിൽ നിന്നുള്ള ഫംഗ്ഷൻ വാല്യൂസ് ആണ്. അതായത് ഏത് വരും? 0 വരും. കാരണം എക്സ് ലെസ് ദാൻ 0 അല്ലേ 0യുടെ ലെഫ്റ്റിൽ നിന്നുള്ള വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എഫ് ഓഫ് 0 മൈനസ് എന്ന് പറയുന്നത് 0 വരും. ഇനി എഫ് ഓഫ് 0 പ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ്? 0യുടെ റൈറ്റ് സൈഡിൽ നിന്നുള്ള വാല്യൂസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വാല്യൂ അതേതാണ്? പൈ e⁻⁻x ആണ് അല്ലെ? നമ്മൾ പറഞ്ഞു എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്? 0 അല്ലേ? അപ്പോൾ പൈ e⁻⁻x എന്ന് പറയുന്നത് എന്താവും? പൈ e⁻0 എന്നാവും. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? പൈ ഇൻറ്റു e⁻0 എന്ന് പറയുന്നതിനെ 1/e⁻0 എന്ന് എഴുതാൻ പറ്റും. അതായത് e⁻0 1 ആണ്. സോ ഫൈനലി നമുക്ക് കിട്ടുന്നത് എന്താ? പൈ ആണ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എഫ് ഓഫ് 0 പ്ലസിന്റെ സ്ഥാനത്ത് പൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നിട്ട് കൊടുക്കാം. അതായത് എഫ് ഓഫ് 0 നമുക്ക് കിട്ടുന്നത് π/2 എന്നാണ്. എഫ് ഓഫ് 0 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിരുന്നതല്ലേ? ഇതിന്റെ അകത്ത് എന്തും കൂടി ഇട്ട് കൊടുക്കുക. ഇവിടെ എക്സ് ഈക്വൽ ടു 0യുടെ സ്ഥാനത്ത് എന്തും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ നമുക്ക് കിട്ടിയ π/2 ഇട്ട് കൊടുത്താൽ മതി. അതായത് ഫൈനലായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒന്നും കൂടെ ഞാൻ ഇവിടെ എഴുതാം. ഇതല്ലേ നമുക്ക് ഫൈനലായിട്ട് വേണ്ടിയിരുന്നത് ക്വസ്റ്റ്യൻ അനുസരിച്ച്. അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക.